Alhamdulillah. Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്ത് യൂനുസിലെ 20-ാമത്തെ സൂക്തമാണ് ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويقولون لولا أنزل عليه آية من ربه فقل إنما الغيب لله فانتظروا إني معكم من المنتظرين. വയഖൂലൂന അവർ പറയുന്നു, ലൗല ഉൻസില അലൈഹി എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മേൽ ഇറക്കപ്പെടുന്നില്ല ആയത്തുൻ ഒരു ദൃഷ്ടാന്തം മിർ റബ്ബിഹി അയാളുടെ രക്ഷിതാവിൽ നിന്നും. ഫക്കുൽ അപ്പോൾ നബിയെ താങ്കൾ പറയണം, ഇന്നമൽ ഗൈബു ലില്ലാ അദൃശ്യം അള്ളാഹുവിന് മാത്രമേ അറിയൂ, അത് അള്ളാഹുവിൻ്റേത് മാത്രമാണ്. ഫൻതളിറു നിങ്ങൾ കാത്തിരിക്കുക, ഇന്നി തീർച്ചയായും ഞാൻ മഴക്കും നിങ്ങളുടെ കൂടെ മിനൽ മുൻതളിരീൻ കാത്തിരിക്കുന്നവരിൽ പെട്ടവൻ തന്നെ. ഒന്നുകൂടെ അർത്ഥം പറയും. വയഖൂലൂന അവർ പറയുന്നു, ലൗല ഉൻസില അലൈഹി ആയത്തും മിർ റബ്ബി എന്തുകൊണ്ട് അയാളുടെ മേൽ അയാളുടെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തം ഇറക്കപ്പെടുന്നില്ല. ഫക്കുൽ അങ്ങ് പറയണം, ഇന്നമൽ ഗൈബു ലില്ലാഹ് ഗൈബ് അദൃശ്യമായ കാര്യങ്ങളും സംഭവങ്ങളും ലില്ലാഹി അള്ളാഹുവിനുള്ളത് മാത്രമാണ്, അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. ഫൻതളിറു നിങ്ങൾ കാത്തിരിക്കുക, ഇന്നി മഅക്കും ഞാനും നിങ്ങളുടെ കൂടെ മിനൽ മുൻതളിരീൻ കാത്തിരിക്കുന്നവരിലുണ്ട്. ഇവിടെ ആയത്ത് എന്ന അടയാളം അല്ലെങ്കിൽ ദൃഷ്ടാന്തം എന്ന പദം രണ്ടർത്ഥത്തിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് സൂറത്തു അംഫാലിൽ നമ്മൾ പഠിച്ചു പോയ 32-ാമത്തെ സൂക്തത്തിൽ വന്നിട്ടുള്ള ശിക്ഷ എന്ന അർത്ഥത്തിലാണ് എന്നൊരു വിഭാഗം പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സൂറത്ത് അംഫാലിലെ 32-ാമത്തെ ആയത്തിൽ പറയുന്നത്, ഇത് ഖാലു അവർ പറഞ്ഞ സന്ദർഭം, അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ഖ മിൻ ഇൻദിക ഈ പ്രവാചകൻ പറയുന്ന കാര്യം നിന്റെ ഭാഗത്തു നിന്ന് തന്നെയുള്ള സത്യമാണെങ്കിൽ ഫഅംതിർ അലൈനാ ഹിജാറത്തം മിനസ് സമാഇ ആകാശത്തു നിന്ന് ഞങ്ങളുടെ മേൽ കല്ലുകൾ പെയ്യട്ടെ, കല്ലുകൾ വർഷിക്കട്ടെ. അവിഅ്തിനാ ബിഅദാബിൻ അലീം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേദനയുള്ള ശിക്ഷ വരട്ടെ എന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെല്ലുവിളിച്ചിരുന്നു. ആ ശിക്ഷയാണ് ഇവിടെ ഇവർ ആയത്തുകൊണ്ട് എന്തുകൊണ്ട് ഞങ്ങൾ പ്രവാചകനെ നിഷേധിക്കുന്നു, അള്ളാഹുവിനെ ധിക്കരിക്കുന്നു, പ്രവാചകൻ ഓതി കേൾപ്പിക്കുന്ന ഖുർആനിനെ പരിഹസിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ താങ്കൾ പറയുന്നത് ഞങ്ങൾ ശിക്ഷിക്കപ്പെടുമെന്നാണല്ലോ. ആ ശിക്ഷ വിട്ട് വരട്ടെ. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്നതിനും നിന്ദിക്കുന്നതിനും അവർ സാധാരണ പറഞ്ഞിരുന്നൊരു സംഗതിയാണ്. അങ്ങനെ ശിക്ഷിക്കപ്പെടുമെങ്കിൽ ഞങ്ങളിതാ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ശിക്ഷിക്കപ്പെടട്ടെ എന്നതാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം. ശരിയാണ്, അങ്ങനെ അവർ വാദിച്ചിരുന്നു. അവർ പ്രവാചകനോട് ശിക്ഷ ആവശ്യപ്പെട്ടിരുന്നത് കൊണ്ട് ആയത്ത് എന്ന് പറഞ്ഞാൽ ആ ശിക്ഷ തന്നെയാണ് അവർ ചോദിച്ചു വാങ്ങുന്നത്. അള്ളാഹു അങ്ങനെ ചോദിച്ച സംഗതി എന്തുകൊണ്ട് പെട്ടെന്ന് കൊടുക്കണില്ല? അത് നമ്മൾ ഇന്നാൾ പഠിച്ചു. അത് അള്ളാഹുവിൻ്റെ കാരുണ്യം, അത് അള്ളാഹുവിൻ്റെ കാരുണ്യം. കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് പോയിക്കോട്ടെ, വിവരമില്ല എന്നിട്ട് പറയുകയാണത്. അല്പബോധം ഉണ്ടായവർ ഇങ്ങനെയൊന്നും പറയില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ അവൻ ഇത്തരം വെല്ലുവിളികൾ ഉയർത്തുന്നവർക്കും ആയുസ്സും അവസരവും നൽകുകയാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേമാതിരി ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ പിന്നെ പണ്ഡിതന്മാർ പറയുന്നത്, ഇവർ സൂറത്ത് ഇസ്രായേൽ 59-ാമത്തെ ആയത്തും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ നോക്കാം. ഇങ്ങനെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അൽ-കഹ്ഫിൻ്റെ തൊട്ട് മുമ്പുള്ള സൂറ, ബനൂ ഇസ്രായേൽ എന്നും പേരുണ്ട്. അതിൽ 59-ാമത്തെ ആയത്ത്,
59 288 പേജിൻ്റെ ആദ്യത്തെ ആയത്ത്. വമാ മനഅന നമ്മളെ തടയുന്നില്ല അൻ നുർസില ബിൽ ആയാത്തി ആയാത്തുകൾ ഈ അടയാളങ്ങൾ ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നതിൽ നിന്നും ഇല്ല അൻ കദ്ദബ ബിഹ അൽ അവ്വലൂൻ പൂർവികർ അതിനെ തള്ളിക്കളഞ്ഞു എന്നുള്ളതല്ലാതെ. ദൃഷ്ടാന്തങ്ങൾ അയച്ചാലും ഇവർ വിശ്വസിക്കൂല. പിന്നെ അങ്ങനെ ദൃഷ്ടാന്തങ്ങൾ അയച്ചിട്ട് വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നത്തെ നടപടി എന്താണ്? പിന്നെ ശിക്ഷയാണ്. സാലിഹ് നബി അലൈഹിസ്സലാമയുടെ ഒട്ടകം നമുക്കറിയാം, അത്ഭുതകരമായ വിധത്തിൽ അവർ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്കൊരു അടയാളം വേണം. ഒരു പാറ പിളർന്ന് ഒരു ഒട്ടകം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. അവരത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഒട്ടകത്തെ ഉപദ്രവിക്കരുത് എന്ന് അള്ളാഹു അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനം അവരിലെ ഒരു ഗുണ്ടാ പട, അവർ സംഘം ചേർന്ന് അവരുടെ നേതാവ് അതിനെ കൊന്നു. നമ്മൾ സൂറത്തു ഷംസിലടക്കം നമ്മൾ ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുള്ള പരാമർശമാണ്. പിന്നെന്തുണ്ടായത്? അല്ലാഹു തആല അവരെ നശിപ്പിച്ചു. ഇടിനാദത്തിലൂടെ, അതിഘോരമായ ഗർജന ശബ്ദത്തിലൂടെ അള്ളാഹു അവരെ നശിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ ഇവർ നിഷേധിച്ചാൽ നമ്മൾ അവരെ നശിപ്പിക്കും. അതുകൊണ്ട് ആയത്തയക്കാത്തത് അവർ നിഷേധിക്കും, നമ്മൾ നശിപ്പിക്കും. വേണ്ട, ആയിട്ടില്ല, കുറച്ചും കൂടി മുന്നോട്ട് പോട്ടെ, അല്പം കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് ത്വായിഫിലേക്ക് ഹിജ്റ പോയി വരുമ്പോൾ പറഞ്ഞില്ലേ, ആരെങ്കിലും ഒരാൾ സന്മാർഗം സ്വീകരിച്ചാൽ അത് മതി, അവരെ ചൂട് നശിപ്പിക്കണ്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ഇത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന കാരുണ്യമാണ്. അള്ളാഹു കരുണാവാരിധിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കാരുണ്യം വേറെയുള്ളവനാണ്. കണ്ടോ, ആതൈനാ സമൂദൻ നാഖ, സമൂദിന് നമ്മൾ ഒട്ടകത്തെ കൊടുത്തു. മുബ്സിറത്തൻ, നേർക്കുനേരെ കാണാൻ പറ്റുന്ന വിധത്തിൽ. ഫളലമൂ ബിഹ, അവർ അന്യായം ചെയ്തു. വമാ നുർസിലു ബിൽ ആയാത്തില്ലാ തഖ്വീഫ, ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണ്, പേടിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൃഷ്ടാന്തങ്ങളെ അയക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്, അള്ളാഹു അടയാളങ്ങൾ അയക്കുക എന്ന് പറയുന്നത് ശിക്ഷയ്ക്ക് കാരണമാകും. അങ്ങനെ ശിക്ഷിക്കപ്പെടാതെ അവർക്ക് അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളത് കൊണ്ടാണ് അവൻ പെട്ടെന്ന് അവരെ പിടികൂടി ശിക്ഷിക്കാത്തത്. പിന്നെ യഖൂലൂന ലൗലാ ഉൻസില അലൈഹി ആയത്തും മിർ റബ്ബി, എന്തുകൊണ്ട് അടയാളം ഇറക്കപ്പെടുന്നില്ല? ഇതിന് നമ്മൾ സൂറത്തു ഇസ്രായേൽ തന്നെ 90 മുതൽ 93 വരെ എന്നാളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒഴിവുണ്ടാകുമ്പോൾ എടുത്ത് വായിച്ച് നോക്കണം, പരിഭാഷ എടുത്തിട്ട്. ഇങ്ങനെ നമ്മൾ ഖുർആൻ പഠിക്കുക. അല്ലാതെ നമ്മളെപ്പോഴെങ്കിലും ഇത്തിരി നേരം ഒന്ന് ഖുർആൻ 10 മിനിറ്റ് 15 മിനിറ്റ് കേട്ടത് കൊണ്ട് നമുക്കത് വഴങ്ങിക്കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് നമ്മൾ ഈ പറയുന്ന ഭാഗങ്ങൾ നമ്മൾ വീട്ടിൽ പോയിട്ട് ഇപ്പം നമുക്ക് ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാവും, ഒരു 5 മിനിറ്റ് മതി. സൂറത്തു ഇസ്രാ 90 മുതൽ 93 വരെയുള്ള സൂക്തങ്ങളൊന്നും എടുത്ത് അതിൻ്റെ പരിഭാഷയൊന്ന് വായിച്ചാൽ എന്തായിരുന്നു അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടിരുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാകും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അവരാവശ്യപ്പെട്ടത് ഒന്നുകിൽ സൊഫാ കുന്ന് മർവാ കുന്ന് സ്വർണ്ണമായി വരണം, അല്ലെങ്കിൽ താങ്കൾക്കൊരു സ്വർണത്തിൻ്റെ കൊട്ടാരമുണ്ടാകണം, അല്ലെങ്കിൽ ഈ അറേബ്യൻ മണലാരണ്യത്തിൽ പുഴയൊഴുകണം, അതുമല്ലെങ്കിൽ താങ്കൾക്ക് ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ ഇവിടെ ഉണ്ടാകണം. ഇതൊക്കെ ഉണ്ടായി വരട്ടെ. താങ്കൾ ഇങ്ങോട്ടൊരു മംഗളം ചൊല്ലിക്കാട്ട് ഇങ്ങോട്ട് ജപിച്ചിട്ട് അള്ളാഹിനോട് പറയും തോട്ടമുണ്ടാവട്ടെ, തോട്ടം ഉണ്ടാകണം. അപ്പോൾ പുഴ ഒഴുകട്ടെ, പുഴ ഒഴുകണം. സ്വർണത്തിൻ്റെ കൊട്ടാരം നിലവിൽ വരട്ടെ, അതപ്പം അങ്ങോട്ട് ഉണ്ടാകണം. ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ കണ്ടാൽ ഞങ്ങൾ വിശ്വസിക്കാം. സൂറത്ത് ഫുർഖാനിൽ വന്നിട്ടുണ്ട്. സൂറത്ത് ഫുർഖാനിലെ 7-8 ആയത്തുകൾ അത് നിങ്ങൾ കൂട്ടത്തിൽ നോക്കിയാൽ ഖുർആൻ പഠിക്കാൻ എളുപ്പമുണ്ട്. കാരണം ഖുർആൻ വ്യാഖ്യാനിക്കുന്നത് ഖുർആൻ തന്നെയാണ്. ഒരു ഭാഗത്ത് പറഞ്ഞതിൻ്റെ വിശദീകരണം മറ്റൊരു ഭാഗത്തുണ്ടാകും. സൂറത്തുൽ ഫുർഖാനിലെ 7ഉം 8ഉം സൂറത്ത് ഇസ്രായിലെ 90 മുതൽ 93 വരെയുള്ള 4 ആയത്തുകളും വായിച്ചാൽ എന്തൊക്കെയായിരുന്നു ഒരു പ്രവാചകനോട് ആവശ്യപ്പെട്ടിരുന്ന അത്ഭുതങ്ങൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ 2 തരത്തിലുള്ള വിശദീകരണമുണ്ട്. രണ്ടും സാന്ദർഭികമായി പൊരുത്തപ്പെടുന്നതും സ്വീകരിക്കാവുന്നതുമാണ്. വയഖൂലൂന ലൗലാ ഉൻസില അലൈഹി ആയത്തും മിർ റബ്ബി, തൻ്റെ റബ്ബിൽ നിന്ന് എന്തുകൊണ്ട് മുഹമ്മദിന് ഒരു ദൃഷ്ടാന്തം ഇറങ്ങുന്നില്ല എന്നവർ പറയുന്നു. ഫഖുൽ നബി, അങ്ങ് അവരോട് പറയണം, ഇന്നമൽ ഗൈബുലില്ല, അദൃശ്യ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കല, മറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കല, അഭൗതിക കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെത്, എനിക്കതിലൊരു പങ്കുമില്ല, ഞാനതിൽ ആരുമല്ല. ഈ പ്രപഞ്ചത്തിൻ്റെ അധികാരവും അവകാശവും നിയന്ത്രണവും ഭരണവും ഒക്കെ അള്ളാഹുവിൻ്റേതാണ്. അവൻ ഉദ്ദേശിക്കുമ്പോൾ അത് നടക്കും. അല്ലാതെ എനിക്കത് ഉദ്ദേശിച്ച് നടപ്പിലാക്കാനുള്ള കഴിവൊന്നുമില്ല, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. ഇതാണ് പ്രവാചകനോട്. പ്രവാചകൻ അപ്പോഴും ഇല്ലാത്ത കഴിവൊന്നും വാദിക്കണില്ല. എനിക്ക് കഴിവില്ല, അത് അള്ളാഹുവിൻ്റേതാണ്, അള്ളാഹുവിൻ്റെ അവകാശമാണ്, അള്ളാഹുവിൻ്റെ അധികാരമാണ്, അള്ളാഹുവിൻ്റെ നിയന്ത്രണമാണ്. അതാണ് അദ്ദേഹം തീർത്തും വിട്ടുപറയുന്നത്. അല്ലാതെ ഞാൻ നോക്കട്ടെ,
പറ്റുമെന്നോ എനിക്ക് സ്വാധീനമുണ്ട് എനിക്ക് കഴിവുണ്ട് എന്ന് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഇന്നമൽ ഗൈബു ഇല്ല. ഗൈബ് നമുക്കറിയാലോ, അദൃശ്യ അഭൗമിക ഭൗതിക കാര്യങ്ങളാണ് ഗൈബ്. അത് അള്ളാഹുവിൻ്റേത് മാത്രമാണ് എന്ന് പറഞ്ഞാൽ എനിക്കതിലൊരു സ്വാധീനമോ അധികാരമോ ഇല്ല. ഇനി നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ധിക്കാരത്തിന് ശിക്ഷയാണെങ്കിൽ ഫൻതളിറു കാത്തിരുന്ന് കാണാമെന്ന് പറയാം. നമുക്ക് കാത്തിരിക്കാം. ഇനി മഴക്കും മിനൽ മുൻതളിരി, ഞാനും അത് കാത്തിരിക്കണം. എന്താണ് സംഭവിക്കുക എന്ന് ഞാനും കാത്തിരിക്കാം. നിങ്ങൾ ഈ ധിക്കാരത്തിൽ തന്നെ അടിയുറച്ചു നിന്ന് അള്ളാഹുവിനോട് ശത്രുത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഭാവമെങ്കിൽ ഫൻതളിറു, കാത്തിരിക്കുവിൻ. ഇനി മഴക്കും മിനൽ മുൻതളിരീൻ, ഞാനും എന്താണ് സംഭവിക്കുക എന്ന് നിരീക്ഷിച്ചു കൊണ്ട് കാത്തിരിക്കുകയാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അടയാളങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർആൻ അള്ളാഹുവിൻ്റെ ഒരു അടയാളമാണ്, ഈ പ്രപഞ്ചമാസകലം അള്ളാഹുവിൻ്റെ അടയാളമാണ്. അതുപോലെ തന്നെ അള്ളാഹു പ്രവാചകന്മാരിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന അത്ഭുതങ്ങൾ, അതും അള്ളാഹുവിൻ്റെ അടയാളങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പാഠം പഠിക്കാനും ചിന്തിക്കാനും ഉള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം അടയാളങ്ങളിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളും മുസ്ലിമീങ്ങളുമായി ജീവിച്ചു വരിക നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് മാത്രമല്ല നമ്മുടെ ഇണകൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ മരുമക്കൾക്കും നമ്മുടെ പേരക്കുട്ടികൾക്കും നമ്മളുമായി ബന്ധപ്പെട്ട സഹോദരീ സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മളുമായി ബന്ധപ്പെട്ടവർ മരണപ്പെട്ടു പോയി, ഉപ്പമാർ ഉമ്മമാർ സഹോദരന്മാർ സഹോദരിമാർ മക്കളും അള്ളാഹ് എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകുന്ന രക്ഷിതാവ്. ഞങ്ങളെല്ലാവരെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാകണം. ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.